നമസ്കാരം. ഇന്ത്യൻ സിനിമാ നിയമം അനുസരിച്ച് ഒരു സിനിമ ചിത്രീകരിക്കുമ്പോൾ ഭീകരവിരുദ്ധ ഏജൻസിയുടെ അടയാളങ്ങൾ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നത് വ്യക്തമായ ഒരു നിയമമാണ്. ആ നിയമങ്ങൾ 1952 സിനിമാറ്റോഗ്രാഫ് ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. എമ്പുരാനിലെ പല സീനുകളും വലിയ രീതിയിൽ രാജ്യവിരുദ്ധ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തിരക്കഥകളാണ് എമ്പുരാനിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രമടക്കം എമ്പുരാൻ സിനിമയെ കണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം. നിലവിൽ ഓരോ ചരിത്രങ്ങളും വളച്ചൊടിച്ചുകൊണ്ടാണ് എമ്പുരാൻ സിനിമ പൊതുസമൂഹത്തിന് മുന്നിൽ ഇറക്കിയിരിക്കുന്നത്. രാജ്യവിരുദ്ധമായ സിനിമകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ വസ്തുതകൾ വളച്ചൊടിച്ച് ചിത്രീകരിച്ചുകൊണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത വിവാദ സിനിമയായ എമ്പുരാനിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ NIA ചിഹ്നം ദുരുപയോഗം ചെയ്തതായി NIA തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. NIA കൊച്ചിൻ യൂണിറ്റാണ് ഇതിനെതിരെ തുടർ നടപടികൾ എടുക്കാൻ പോകുന്നത്. സംവിധായകൻ ഉൾപ്പെടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസി നടപടിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. NIA കൊച്ചി യൂണിറ്റാണ് നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമെതിരെ കേസ് NIA ഉടൻ രജിസ്റ്റർ ചെയ്യും. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും മറ്റു പേരാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് എന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നിലവിൽ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു ഏജൻസി, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് NIA. ആ ഏജൻസിയെയാണ് മോശമായി ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കെ അത് NIA തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കാണിക്കാനുള്ള നിർബന്ധ ബുദ്ധിയാണ് അതേ ലോക തന്നെ ഉപയോഗിച്ചിരിക്കുന്നതിന് പിന്നിൽ പ്രധാന കാരണം. ബോളിവുഡ് സിനിമകളിൽ പല സിനിമകളും ഇന്റലിജൻസ് ബ്യൂറോയെ പറ്റിയും റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ് അഥവാ റോയെ പറ്റിയും ഉൾപ്പെടുത്തിക്കൊണ്ട സിനിമകൾ പുറത്തിറങ്ങാറുണ്ട്. എന്നാൽ ആ സിനിമയിലെല്ലാം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ എന്നോ റോ എന്നോ ഒന്നും ബോർഡ് വയ്ക്കാതെ പോലീസ് എന്ന ബോർഡ് പ്രദർശിപ്പിച്ചാണ് സംവിധായകൻ അഥവാ തിരക്കഥാകൃത്ത് ആ സിനിമ ചിത്രീകരിച്ച് പൂർത്തിയാക്കുന്നത്. അക്കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഭീകരവിരുദ്ധ ഏജൻസിയുടെ അടയാളങ്ങൾ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കെ ചിത്രത്തിൽ നിയമവിരുദ്ധമായി ചിഹ്നങ്ങൾ അതേപടി കാട്ടുന്നത് തന്നെ ആരോപണം ആദ്യ ദിവസം മുതൽ തന്നെ ശക്തമായി ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് NIA മുതിർന്ന പ്രോസിക്യൂട്ടർമാർ നടപടി ആരംഭിച്ചുവെന്ന് ഏജൻസിയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതായി ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിത്രത്തിലെ 2 മണിക്കൂർ 8 മിനിറ്റ് 10ാമത്തെ സെക്കൻഡിലാണ് ഏജൻസിയുടെ ചിഹ്നവും നമ്പറും അടയാളപ്പെടുത്തിയ വാഹനം ഈ ചിത്രത്തിൽ കാണുന്നത്. ഒരിക്കലും ഏജൻസിയുടെ ചിഹ്നങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നും ഇത് ഏജൻസിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും വൃത്തങ്ങൾ അറിയിച്ചു. എന്തായാലും സിനിമയ്ക്കെതിരെയുള്ള വിവാദങ്ങൾ ഒന്നിടവിട്ട് പുറത്തു വരുന്നതിനിടയിലാണ് കേന്ദ്ര ഏജൻസി തന്നെ ഈ ഒരു വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സംവിധായകനെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്തിനെതിരെയും നടപടികൾ NIA എടുക്കുമെന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.